പൂക്കാട്ടുപടിക്കടുത്ത് ഇൻഫോ പാർക്ക്, എടപ്പള്ളി, ആലുവ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് 25 മിനിറ്റ്സിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലെ 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. .6 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇതൊരു വില്ല പ്രോജക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് റോഡിൻ്റെ ഡെഡ് എൻഡ് ആയതിനാൽ നമുക്ക് ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 4 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ പാകിയ ഒരു വിശാലമായ മുറ്റത്തേക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ്. 13.5 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിങ്ങിൽ ഉള്ളത്. സൗത്ത് ഫേസിംഗ് ആയിട്ടുള്ള ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 12 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് 2 വീലർ പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് സൈഡിലാണ്. 7.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് കിണറും നൽകിയിരിക്കുന്നു. ഇത് വീടിൻ്റെ ഈസ്റ്റ് സൈഡാണ്. 2.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ കുടിവെള്ളത്തിനായി കിണർ കൂടാതെ വാട്ടർ കണക്ഷനും ഉണ്ട്. നമുക്കിനി സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. 7 അടി നീളവും 5 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. സിറ്റ് ഔട്ട് ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ കോർണറായി കൊടുത്തിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ലിവിംഗ് റൂമിലേക്ക് വരാം. 10.5 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് റൂമിന് ഉള്ളത്. ഇവിടെയായിട്ട് മൾട്ടി വുഡിൽ ചെയ്ത ഒരു വർക്ക് കാണാം. ഇവിടെ തന്നെയാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. 10.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഉള്ളത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് തന്നെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി താഴത്തെ നിലയിലെ റൂം അറേഞ്ച്മെൻറ്റ് പരിചയപ്പെടാം. ഇത് ലിവിംഗ് റൂമാണ്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ക്ലോസ്ഡ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെ ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു കോർണറിലായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 10.5 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 8.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിൽ ഉള്ളത്. നമുക്കിനി മുകളിലത്തെ നിലയിലെ റൂം അറേഞ്ച്മെൻറ്റ് പരിചയപ്പെടാം. ഇവിടെയായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് സ്റ്റെയർ, ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. നമുക്കിനി മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 11 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ബാൽക്കണിയിലാണുള്ളത്. 8 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ, സമരട്ടൺ ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 7 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3 സെൻറ്റ് 900 ഇഞ്ച് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 53 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.